ഹരേ കൃഷ്ണ, നമസ്തേ. ഞാൻ അസ്ട്രോളജർ വേണു മഹാദേവ്. നമ്മൾ ഇന്ന് ഈ പൊന്നോണ പുലരിയിൽ നമ്മുടെ മലയാളികളുടെയൊക്കെ ഏറ്റവും അഭിമാനമാണ് എപ്പോഴും തിരുവോണം എന്ന് പറയുന്നത്. നമ്മളൊരു സ്വകാര്യ സന്തോഷമാണ്. അപ്പോൾ ഈ പൊന്നോണ പുലരിയിൽ നമ്മൾ ചിന്തിക്കുന്നത് ഇത്രയേ ഉള്ളൂ, ഇനി വരുന്നൊരു വർഷം നമുക്ക് നന്നായിരിക്കുമോ, അല്ലെങ്കിൽ നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് ചിന്തിക്കുന്നത്. അതിലേക്ക് വരുമ്പോൾ ഞാൻ ആദ്യം തന്നെ നിങ്ങളോടൊരു നന്ദി പറയുന്നു. കാരണം ജ്യോതിഷ കൈരളിക്ക് നിങ്ങൾ തരുന്ന സബ്സ്ക്രിപ്ഷനും അതുപോലെ തന്നെ ലൈക്കിനും നിങ്ങളുടെ പ്രോത്സാഹനത്തിനും എത്ര നന്ദി പറഞ്ഞാലും തീരില്ല. പ്രപഞ്ചശക്തിയുടെ പേരിൽ ഞാൻ നന്ദിയും നിങ്ങളോടുള്ള സ്നേഹവും പ്രകടിപ്പിച്ചുകൊണ്ട് നമുക്ക് വീഡിയോ ആരംഭിക്കാം. നമ്മളിന്ന് ഈ പറഞ്ഞ വിഷയത്തിലേക്ക് വരുമ്പോൾ ആദ്യമായിട്ട് ചിങ്ങക്കൂർ എന്ന് പറയുമ്പം സ്ഥിരം വീഡിയോ കാണുന്നവർക്കെല്ലാം നക്ഷത്രങ്ങളൊക്കെ അറിയാം. അതായത് മകം, പൂരം, ഉത്രത്തിലെ കാല്. ഈ ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച് പൊതുവിൽ സമയം അത്ര നന്നല്ല എന്ന് നമുക്കറിയാം, എന്നാൽ മോശവുമല്ല. ഈ സമയം നല്ലതാവുന്നതും മോശമാവുന്നതും പ്ലാനറ്ററി പൊസിഷൻ കൊണ്ടല്ല. ഞാൻ എപ്പോഴും പറയാറുണ്ട്, അസ്ട്രോളജി നമുക്കൊരു ഗൈഡ് ലൈൻ മാത്രമാണ്. പോകുന്ന വഴികളിൽ നമ്മുടെ യാത്രയിൽ വരുന്ന പ്രതിസന്ധികളെയും പ്രശ്നങ്ങളെയും അപകടങ്ങളെയും സൂചിപ്പിക്കുന്ന ഒരു ഗൈഡ് ലൈൻ മാത്രമാണ്. ബാക്കി അതിനെ ഓവർകം ചെയ്യുന്നത് ദൈവാധീനവും നമ്മുടെ യുക്തിയും ബുദ്ധിയാണ്. അപ്പോൾ ഈശ്വരാധീനം എപ്പോഴും ഈശ്വരൻ നമ്മളെ കൂടെ വന്നൊന്ന് കൈപിടിച്ചെഴുതിക്കത്തില്ല. നമ്മുടെ യുക്തിയും ബുദ്ധിയായിട്ട് അപ്ലൈ ചെയ്യാൻ നമുക്ക് കഴിയണം. നമ്മുടെ കോൺഷ്യസ് മൈൻഡും സബ് കോൺഷ്യസ് മൈൻഡും അങ്ങനെ നമ്മളെ അതിലേക്ക് എത്തിക്കണമെങ്കിൽ നമുക്ക് ദൈവാധീനം വേണം. പോസിറ്റീവ് തിങ്കിങ്ങും പോസിറ്റീവ് എനർജിയും വേണം. അത് ആ പ്രപഞ്ച ശക്തിയിൽ നിന്ന് കിട്ടണമെങ്കിൽ നമ്മൾ പോസിറ്റീവായ കാര്യങ്ങൾ ചിന്തിക്കുകയും നെഗറ്റീവ് ചിന്തയും നെഗറ്റീവ് വാക്കുകളും നെഗറ്റീവ് പ്രവൃത്തിയുള്ളവരിൽ നിന്ന് അകന്ന് നിൽക്കുകയും ചെയ്യണം. എങ്കിൽ മാത്രമേ പോസിറ്റീവ് നിങ്ങൾ വർക്ക് ഔട്ട് ആവുകയുള്ളൂ. ഇത് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാം. അപ്പോൾ ഇപ്പോൾ നമുക്ക് അഷ്ടമ ശനി നടക്കുന്ന സമയമാണെന്നറിയാം. അഷ്ടമ ശനി പൊതുവിൽ അത്ര നന്നല്ല. ശനി ഒരിക്കലും ആരെയും ദ്രോഹിക്കുകയില്ല. പക്ഷേ ശനി എന്നുള്ള നമ്മുടെ നെഗറ്റീവായിട്ടുള്ള, ഞാൻ നേരത്തെ പറഞ്ഞു, ദുസ്വഭാവങ്ങൾ, ദുശീലങ്ങൾ, ദുഷിച്ച കൂട്ടുകെട്ടുകൾ, രഹസ്യ ഇടപാടുകൾ, രഹസ്യബന്ധങ്ങൾ, ഇതിനെയെല്ലാം നമ്മളിൽ നിന്ന് മാറ്റി നമ്മളെ കറക്റ്റ് ചെയ്യുന്ന, നമ്മളെ ശുദ്ധീകരിക്കുന്ന ഒരു ഈശ്വരനാണ് ശനീശ്വരൻ. അപ്പോൾ ശനീശ്വരൻ മോശമല്ല, ശനീശ്വരൻ ഈശ്വരനാണ്, നല്ലവനാണ്. പക്ഷേ നമുക്ക് ചില സമയത്ത് അറിയാതെങ്കിലും നമ്മൾ ഇത്തരം അനിഷ്ടങ്ങളിൽ പോയി പെടാറുണ്ട്. അതിൽ നിന്ന് രക്ഷപ്പെടുത്തും. അതുകൊണ്ട് നമ്മൾ ഈ സമയത്ത് വളരെ ജാഗ്രത പുലർത്തുക. ഇത്തരം കാര്യങ്ങളൊന്നും വേണ്ടാന്ന് വിചാരിക്കുക. അതായത് നമ്മൾ സോഷ്യൽ മീഡിയ വഴിയായിരുന്നാലും അല്ലാതെ ആയിരുന്നാലും ദുഷിച്ച കൂട്ടുകെട്ടുകളോ ദുഷിച്ച ഇടപാടുകളോ പണ ഇടപാടുകളോ, ഇപ്പോൾ നല്ല ജോലിയിലും അതുപോലെ തന്നെ സാമൂഹ്യ പ്രവർത്തനങ്ങളൊക്കെ നിൽക്കുന്നവർക്ക് അവിഹിത ധനാഗമനത്തിനും അവിഹിത കൂട്ടുകെട്ടുകൾക്കൊക്കെ ഉള്ള വഴികൾ വരും. പക്ഷേ ഇപ്പോൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഈ വരുന്ന ഒരു വർഷത്തിൽ നിങ്ങൾക്ക് പേരുദോഷം കേൾക്കേണ്ടി വരും, അല്ലെങ്കിൽ വലിയ വില കൊടുക്കേണ്ട ഒരു സമയമാണ്. അത് ശ്രദ്ധിക്കുക. ഇനി മറ്റൊന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 11 ലാഭസ്ഥാനത്ത് വ്യാഴം നിൽക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ധനവും ഐശ്വര്യവും വരുന്ന സമയമാണ്. അത് ഉപയോഗപ്പെടുത്തുക എന്ന് പറയുമ്പോൾ ആ ധനവും ഐശ്വര്യവും നിങ്ങൾ എങ്ങനെ പ്രയോജനപ്പെടുത്തണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫ്യൂച്ചറിലേക്ക് വേണ്ടി നന്നായിട്ട് പ്രയോജനപ്പെടുത്തണം. കാരണം 11 ലാഭസ്ഥാനത്ത് നിൽക്കുന്ന വ്യാഴം ഇനിയിപ്പോൾ അടുത്ത ഈ വരുന്ന 2026 മാർച്ച് കഴിയുമ്പോൾ, അതായത് നമ്മുടെ ഒരു വിഷുവിനോടുകൂടി അദ്ദേഹം നഷ്ടസ്ഥാനത്തേക്ക് 12ലേക്കാണ് വരുന്നത്. അന്ന് നമുക്ക് ധനം വരാൻ വഴികൾ അടയും, അല്ലെങ്കിൽ ധനം കുറയും. അപ്പോൾ ഇപ്പോൾ വരുമ്പോൾ നമ്മൾ സൂക്ഷിച്ച് ചിലവഴിച്ച് എവിടെയെങ്കിലുമൊക്കെ സ്റ്റോർ ചെയ്ത് നമ്മൾ എപ്പോഴും ധനം, ഞാൻ പല വീഡിയോകളിലും പറയാറുണ്ട്, മറ്റുള്ളവരെ നമ്മൾ സഹായിക്കേണ്ടത് ധനം കൊടുത്തല്ല, അന്നവും വസ്ത്രവും കൊടുത്താണ്. നിങ്ങൾക്ക് ഈശ്വരൻ പൂർവ്വപുണ്യം കൊണ്ട് തരുന്ന ധനം മറ്റുള്ളവർക്ക് കടമായിട്ടോ അല്ലെങ്കിൽ സഹായമായിട്ടോ കൊടുത്തിട്ട് ആ ധനം തിരികെ കിട്ടാതെ നിങ്ങൾ നിലവിളിച്ചുകൊണ്ടിരിക്കുന്നെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങളെ നിന്ന് മഹാലക്ഷ്മി വിട്ടുപോയി, നിങ്ങൾ കൊടുത്ത് സഹായിച്ചവരുടെ പ്രാരാബ്ദം നിങ്ങളെ ബാധിച്ചു എന്ന് വിചാരിച്ചോളണം. ഒരിക്കലും ധനം കൊണ്ട് ആരെയും സഹായിക്കാൻ നിൽക്കരുത്, എന്ത് കാര്യത്തിനായിരുന്നാലും. ഇപ്പോൾ ഒരു ആൾ രോഗാവസ്ഥ അസുഖമാണെന്ന് പറഞ്ഞാൽ പോലും അതിന് നിങ്ങൾക്ക് വേണമെങ്കിൽ മരുന്ന് വാങ്ങിച്ചു കൊടുക്കാം, അല്ലെങ്കിൽ ആശുപത്രി ബില്ല് അടച്ചു കൊടുക്കാം. അല്ലാതെ പണം കൊടുത്ത് ആരെയും സഹായിക്കാതിരിക്കുക. ഇങ്ങനെയേ ജീവിക്കാവൂ. കലികാലമാണ്. ഇനി അടുത്തത്, നിങ്ങൾക്കിപ്പോൾ വീട്
പണി അല്ലെങ്കിൽ വീട്ടിൽ എന്തെങ്കിലും പുതുക്കി പണികൾ കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ അതിലൊക്കെ ഇടപെടാവുന്ന സമയമാണ്. അതേസമയം പുതിയ വീട് വാങ്ങിക്കാനും വീട് പുതുക്കുന്നതല്ലാതെ അതിനകത്ത് ഭൂമിയോ വീടോ വിൽക്കാനും സമയം നല്ലതല്ല. അതായത് വിൽക്കാനും വാങ്ങാനും സമയം നല്ലതല്ല. മെയിൻ്റനൻസിനും പുതിയ വീട് വയ്ക്കാനും ഒക്കെ ഇറങ്ങിത്തിരിക്കാം, കുഴപ്പമില്ല. അത് പണ്ടേ ഒരു ചൊല്ലുണ്ട്. കാരണം ഈ ശനിയുടെ ഏഴരശനി, അഷ്ടമശനി, കണ്ടകശനിയൊക്കെ നിൽക്കുന്ന സമയത്ത് നമ്മൾ ഈ വീട് പണി നടത്തുക, വീട് മെയിൻ്റനൻസ് നടത്തുക, ഇതൊക്കെ ചെയ്യുന്നതാണ്. കാരണം വീട് പണി, പുതിയ വീട് വയ്ക്കുക അല്ലെങ്കിൽ മെയിൻ്റനൻസ് നടത്തുക എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ കുറച്ച് കഷ്ടത അതിൽ അനുഭവിക്കേണ്ടി വരും, ഏത് വഴിക്കായിരുന്നാലും. അപ്പോൾ നമ്മളെ ഈ ശനിയുടെ ദോഷം അതിലങ്ങ് തീർന്നു കിട്ടും. ഇനി അടുത്തത് നമ്മുടെ ജീവിതത്തിൽ വളരെയധികം, അതായത് സന്താനങ്ങളെ കൊണ്ട് വലിയ സന്തോഷിക്കാവുന്ന അവസരങ്ങളും അനുഗ്രഹങ്ങളും വരുന്ന സമയമാണ്. അവർക്ക് നല്ല പഠനത്തിനും ഒക്കെ അവസരം ഉണ്ടാക്കാൻ പറ്റും. അതിനുവേണ്ടി സന്താനങ്ങൾക്ക് വേണ്ടി ധനം നമ്മൾ അന്വേഷിച്ചാൽ കിട്ടും. അങ്ങനെ സന്താനങ്ങൾക്ക് ഉയർച്ചയും ജോലിയൊക്കെ കിട്ടുന്ന സമയമാണ്. നിങ്ങൾക്കും വിദേശ യോഗത്തിനൊക്കെ ശ്രമിക്കാവുന്ന സമയമാണ്. ജോലിയിൽ നിങ്ങൾക്കൊരു വളരെ ശ്രദ്ധ പുലർത്തേണ്ട സമയമാണ്. കാരണം നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ മറ്റാരെയും ഏൽപ്പിക്കരുത്. മേലധികാരികളും താക്കീത് വരാൻ സൂക്ഷിക്കണം. ഇപ്പോൾ തൽക്കാലം ഉള്ള ജോലി വിട്ട് പുതിയ ജോലിക്കോ അല്ലെങ്കിൽ ട്രാൻസ്ഫറിനോ ശ്രമിക്കരുത്. അതൊരു ജനുവരി ഫെബ്രുവരിയൊക്കെ കഴിഞ്ഞിട്ട് മതി. അങ്ങനെ മുന്നോട്ട് പോയാൽ നന്നായിരിക്കും. സമയം ഗുണദോഷ സമ്മിശ്രമാണെന്ന് പറയാം, എങ്കിലും സമയം കുറച്ച് അത്ര നന്നല്ല. ജാഗ്രത എല്ലാ കാര്യങ്ങളും പുലർത്തുക. നിങ്ങൾക്ക് സംശയമുള്ള കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് എൻ്റെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ കന്നിക്കൂറുകാരിലേക്ക് വരാം. കന്നിക്കൂറുകാർക്ക് പൊതുവിൽ സമയം വളരെ കുറച്ച് നന്നായിട്ടുള്ള സമയമാണ്. അതിൻ്റെ കാരണം വേറൊന്നുമല്ല, 10ൽ കർമ്മസ്ഥാനത്ത് വ്യാഴമുണ്ട്. ജോലിയിൽ നമ്മൾ ഇഷ്ടപ്പെട്ട സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ അല്ലെങ്കിൽ നമ്മൾ ശ്രമിക്കുന്ന കാര്യങ്ങളിലൊക്കെ വിജയം, ധനപരമായിട്ട് പല രീതിയിലുള്ള ഗുണങ്ങൾ, അതുപോലെ തന്നെ പുതിയ ജോലിക്ക് ശ്രമിച്ചാൽ അത് നടക്കും. അതുപോലെ തന്നെ ലിസ്റ്റിലൊക്കെ ഉള്ളവർക്ക് ജോലി കിട്ടാം, സർക്കാർ ജോലിയിൽ. വിദേശ യോഗം വരാം. ഇങ്ങനെ നല്ല സമയമാണ്. മാത്രമല്ല കന്നിക്കൂറുകാർക്ക് ഇപ്പോൾ നിലവിൽ കുറേ കഷ്ടതകൾ മാറി നിൽക്കുന്ന സമയമാണ്. ശുക്രനെ കൊണ്ട് 11ൽ ശുക്രൻ വന്ന സമയമാണ്. ഏകദേശം ഒരു ഡിസംബർ വരെയുള്ള സമയത്ത് നിങ്ങൾക്ക് വാഹനം, വീട്, പുതിയ വീട് വാങ്ങാനും സ്ഥലം വാങ്ങാനും കൊള്ളാം. ഈ ശുക്രൻ എന്ന് പറയുന്നത് മനസ്സിനെ ആകർഷിക്കുന്ന എല്ലാ വസ്തുക്കളും ശുക്രനാണ്. അതായത് പിന്നെ നമ്മുടെ ആഭരണം, വസ്ത്രം, ഫാൻസി ഐറ്റംസ്, പിന്നെ എന്താ പറയുക, സ്വർണം, പിന്നെ നമ്മൾ എല്ലാ മിനുക്കുള്ള കാര്യങ്ങളും, അതുപോലെ തന്നെ മൊബൈല്, ഈ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ, ഇത്തരം കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്കും ഗുണമാണ്. ഇത്തരം കാര്യങ്ങൾ നമ്മൾ വാങ്ങാനും വിൽക്കാനും സമയം നല്ലതാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് സമയം നല്ലതാണ്. മനസ്സിലായല്ലോ അതിൻ്റെ കാര്യം. ഒപ്പം തന്നെ മറ്റുള്ളവരെ മനസ്സിനെ ആകർഷിക്കുന്നവരാണ് കലാകാർക്ക് പൊതുവിൽ സമയം വളരെ നല്ലതാണ്. എഴുത്തുകാരും കലാകാർക്കും വളരെയധികം അവസരങ്ങളും പുതിയ അവാർഡുകളോ ചാൻസുകളോ അംഗീകാരങ്ങളോ കിട്ടുന്ന സമയമാണ്. അപ്പോൾ ഇത്തരത്തിൽ കന്നിക്കൂറിന് പൊതുവിൽ സമയം നല്ലതാണ്. എങ്കിലും സർക്കാർ ഇടപാടുകളിലും നിയമകാര്യങ്ങളും വളരെ ശ്രദ്ധ പുലർത്തണം. അതിൽ നിന്ന് പണി വരാതെ സൂക്ഷിക്കുക. എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ നിയമപരമായിട്ട് കറക്റ്റായി മുന്നോട്ട് പോകാൻ നോക്കണം. കേസ് വഴക്കുകളിൽ പെടരുത്. മറ്റുള്ളവർക്ക് വേണ്ടി മധ്യസ്ഥതയോ മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ ജാമ്യം നിൽക്കാനോ പോകരുത്. നമ്മുടെ കാര്യങ്ങളിൽ നമ്മൾ വളരെ ശ്രദ്ധയും ജാഗ്രതയും പുലർത്തി പോയാൽ വളരെ നല്ല സമയമാണ്. ഫ്യൂച്ചറിലേക്ക് നമുക്ക് ഒരുപാട് ഗുണങ്ങൾ വരുന്ന സമയമാണ്. ഈ വരുന്ന 2026 മാർച്ച് കഴിഞ്ഞാൽ വ്യാഴം 10ൽ നിന്ന് 11 ലാഭസ്ഥാനത്തേക്കാണ് വരുന്നത്. അന്ന് ഒരുപാട് ധനപരമായിട്ട് ഉയർച്ചയും ഗുണങ്ങളും ലാഭവും വരാനുള്ള പദ്ധതികൾ ഇപ്പോൾ വരും. അത് ബിസിനസ്സിലായിരുന്നാലും പാർട്ട്ണർഷിപ്പ്, പുതിയ ബിസിനസ് പദ്ധതികൾ, പുതിയ പ്ലാനിംഗ് ഒക്കെ വരും. അതെല്ലാം നടത്തിക്കോളൂ. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉയർച്ച വരും. ഇനി വരുന്ന 2 വർഷം വളരെ നല്ലതാണ്. സുഖമായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ പ്ലാനിങ്ങും ബുദ്ധിയും കൊണ്ട് നിങ്ങൾക്ക് വിജയിക്കാൻ പറ്റുന്ന സമയം. ഞാൻ പ്രത്യേകം എടുത്ത് പറയുന്നൊരു കാര്യമുണ്ട്. ദൈവം ആർക്കും ഒന്നും കൊണ്ട് തരൂല. ഭാഗ്യം എന്ന് പറയുന്നത് നിങ്ങളുടെ പ്രവർത്തനം, നിങ്ങളുടെ ബുദ്ധിയും യുക്തിയും അപ്ലൈ ചെയ്യുന്നിടത്താണ്. അത് ചെയ്യാതിരുന്നിട്ട് എനിക്കൊന്നും കിട്ടിയില്ല എന്ന് പറയരുത്. തീർച്ചയായിട്ടും നിങ്ങൾ വിജയിക്കട്ടെ. അപ്പോൾ ഇനി അടുത്തത്
നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞു, ഈ വർഷം ഏറ്റവും നല്ല സമയമുള്ള 2 കൂറുകാരെന്ന് പറയുന്നത് ഇടവക്കൂറും തുലാക്കൂറുമാണെന്ന് പറഞ്ഞു. തുലാക്കൂറിലേക്ക് വരുമ്പം നമുക്ക് ഏറ്റവും, അതായത് ചിത്തിരയുടെ പകുതി, ചോതി, വിശാഖം 3/4 പങ്ക്, അതായത് 1, 2, 3 പാദം, ഇത്രയും പേർക്ക് ഏറ്റവും നല്ല സമയമാണ്. കഴിഞ്ഞ കുറേ വർഷങ്ങൾ കൂടി അനുഭവിച്ച കഷ്ടതയും ദുഃഖങ്ങളുമൊക്കെ തീർന്ന് കടങ്ങളൊക്കെ മാറി പുതിയ ജോലിയും ഐശ്വര്യവും ഭാഗ്യവും വരുന്ന, അതായത് സർവേശ്വരകാരകനായ, ധനകാരകനായ, സന്താനകാരകനായ വ്യാഴം ഭാഗ്യസ്ഥാനത്ത് വരിക എന്ന് വെച്ചാൽ അതിലപ്പുറം വേറൊന്നും വേണ്ട. ധനവും ഐശ്വര്യവും ഭാഗ്യമൊക്കെ കൊണ്ടുവരും. അത് വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്തുക എന്നുള്ള നിങ്ങളെ മിടുക്കാണ്. ഇനി ഇത് ചാരവശാൽ ഞാൻ പറഞ്ഞുകൊണ്ട് നിങ്ങൾ നാളെ പറയരുത്, കമൻറ്റിൽ പറയരുത് എല്ലാം ഭാഗ്യമാണെന്ന് പറഞ്ഞിട്ട് വന്നില്ല. നിങ്ങളുടെ ജാതകത്തിലും കൂടെ അതിനുള്ള യോഗം വേണം. അതെപ്പോഴും നമ്മൾ ഈ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇപ്പം നമ്മൾ ചാരവശാൽ ഇപ്പം നിലവിൽ നിൽക്കുന്ന പ്ലാനറ്ററി പൊസിഷൻ അനുസരിച്ചാണ്. നിങ്ങൾ ജനിച്ച പ്ലാനറ്ററി പൊസിഷൻ ഇതല്ല. നിങ്ങൾക്ക് 60 വയസ്സുണ്ടെങ്കിൽ 60 വർഷം മുമ്പേ നിങ്ങൾ ജനിച്ച ദിവസത്തെ പ്ലാനറ്ററി പൊസിഷനാണ് നിങ്ങളുടെ ജീവിതത്തിൽ സ്വാധീനിക്കുന്നത്. ഇന്നുള്ള പ്ലാനറ്ററി പൊസിഷനും കൂടെ മിക്സ് ചെയ്താണ് അത് നമ്മളെപ്പോഴും ചിന്തിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ജാതകാൽ ചിലപ്പം വ്യാഴം വീക്കാണെങ്കിൽ, അല്ലെങ്കിൽ വ്യാഴം നീച ക്ഷേത്രസ്ഥനാണെങ്കിൽ, അഷ്ടമാധിപത്യം ഉണ്ടെങ്കിൽ, ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. വ്യാഴം ഭാഗ്യസ്ഥാനത്ത് വന്നുകൊണ്ട് ദോഷമില്ലാതെ പോകും, വലിയ ഗുണം ചെയ്യില്ല, ഉള്ളത് പറയാം. അപ്പം നമ്മൾ എപ്പോഴും അസ്ട്രോളജറെയോ ചാനലിലെയോ കുറ്റം പറയരുത്. നിങ്ങളവിടെ എന്ത് ചെയ്യണം? ഞാൻ എപ്പോഴും പറയും, ജ്യോതിഷം ഒരു ഗൈഡ് ലൈനാണ്. യുക്തിയും ബുദ്ധിയും അപ്ലൈ ചെയ്ത് നിങ്ങളുടെ ജാതകാൽ നിങ്ങൾക്ക് വരേണ്ട ഭാഗ്യങ്ങളെ കണ്ടെത്തി അത് പ്രയോജനപ്പെടുത്തുകയും നിർഭാഗ്യങ്ങളെയും അതുപോലെ തന്നെ ദോഷങ്ങളെയും ദുശീലങ്ങളെയും ദുർഗുണങ്ങളെയും അകറ്റി നിങ്ങൾ സ്വയം രക്ഷപ്പെടാൻ ശ്രമിക്കുക. ഒറ്റ വാക്കിൽ ഞാനൊരു കാര്യം പറഞ്ഞുതരാം. ജീവിതത്തിൽ പ്രപഞ്ചശക്തിയെ പൂർണ്ണമായിട്ടും വിശ്വസിച്ച് നമ്മൾ മെഡിറ്റേറ്റ് ചെയ്ത് പോസിറ്റീവായി ചിന്തിക്കുകയും പോസിറ്റീവായി എപ്പോഴും തോട്ട് വേവ് കൊണ്ട് നടക്കുന്ന ഒരാളിന് ഒരു പ്രശ്നങ്ങളും വരില്ല. ഞാൻ എഴുതി വെച്ച് തരാം, എൻ്റെ ജീവിതാനുഭവം കൊണ്ട് ഞാൻ പഠിച്ചതാണ്. കാരണം നമുക്ക് എപ്പോഴും ലോ ഓഫ് അട്രാക്ഷൻ അനുസരിച്ച് നമ്മൾ പോസിറ്റീവ് അട്രാക്റ്റ് ചെയ്യാൻ പോസിറ്റീവ് തന്നെ വരും, നെഗറ്റീവ് അട്രാക്റ്റ് ചെയ്യാൻ നെഗറ്റീവ് വരും. അപ്പോൾ എന്ത് ചെയ്യണം? നെഗറ്റീവ് വാക്കുകൾ പറയുകയും നെഗറ്റീവ് കാര്യങ്ങൾ ഒരുപാട് ചിന്തിക്കുക, എല്ലാത്തിലും നെഗറ്റീവ് കണ്ടെത്തുക, എല്ലാത്തിലും കഷ്ടവും ദുഃഖവും മാത്രം കണ്ടെത്തുന്ന ആൾക്കാരിൽ നിന്ന് അകന്ന് നിൽക്കുക. സ്വയം സെൽഫ് കോൺഫിഡൻസ് വർദ്ധിപ്പിക്കുക. നിങ്ങൾ ജീവിതത്തിൽ ഉയരും എന്നുള്ളൊരു വിചാരം മാത്രം എപ്പോഴും കൊണ്ട് നടക്കുക. അങ്ങനെ ഉള്ളവരെ വലിയ അവസ്ഥകളിൽ എത്തിയിട്ടുള്ളൂ. നിങ്ങളും അങ്ങനെ ആകുക. തീർച്ചയായിട്ടും ഇപ്പോഴത്തെ സമയം കൊള്ളാം. പക്ഷേ 2026 മാർച്ച് കഴിയുമ്പോൾ വ്യാഴം ഭാഗ്യസ്ഥാനത്ത് നിന്ന് നേരെ വരുന്നത് 10ലേക്കാണ്, കർമ്മസ്ഥാനത്ത്. അതും ഗുണമാണ്. അത് കഴിഞ്ഞ് വരുന്നതോ 11ലേക്കാണ്. അപ്പം 3 വർഷം നിങ്ങൾക്ക് പ്രയോജനകരമായൊരു ഈശ്വര അനുഗ്രഹകാലം, കഷ്ടതകളെല്ലാം മാറ്റി ഈശ്വരൻ കൊണ്ടുവന്നിട്ടുണ്ട്. പ്രയോജനപ്പെടുത്തണോ വേണ്ടേ നിങ്ങൾ തീരുമാനിച്ചോളണം. പ്രയോജനപ്പെടുത്തണമെങ്കിൽ ഇത് ഈ 3 വർഷത്തേക്ക് ഭാഗ്യസ്ഥാനത്ത് തന്നാൽ മാത്രം പോരാ, കർമ്മസ്ഥാനത്ത് തന്നാൽ പോരാ, ലാഭസ്ഥാനത്ത് തന്നാൽ പോരാ. അത് വരാനുള്ള മൈൻഡ് പവറും അതിനുള്ള മെൻ്റൽ അത് റിസീവ് ചെയ്യാനുള്ള ശുദ്ധിയും മനഃശുദ്ധിയും നിങ്ങൾ ഉണ്ടാക്കുക. പ്രപഞ്ചശക്തിയെ, ആ ഈശ്വര ശക്തിയെ ആരാധിച്ച് നിങ്ങളേത് മതത്തിലും ഏത് രാജ്യത്തുള്ളവരായിരുന്നാലും നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ വിശ്വാസം എന്തോ ആവട്ടെ, ആ പ്രപഞ്ചശക്തി തന്നെയാണ് എല്ലാ ദൈവങ്ങളിലൂടെയും എല്ലാ പ്രാർത്ഥനകളുടെയും വരുന്ന. അത് നമ്മൾ എപ്പോഴും റിസീവ് ചെയ്ത് മുന്നോട്ട് പോവുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ലതേ വരുള്ളൂ. പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല, നിങ്ങളെ സംബന്ധിച്ച് നല്ലത് തന്നെ ആയിരിക്കും. ഇനി അടുത്തത് വൃശ്ചികക്കൂറ്. ഇപ്പോൾ എല്ലാവരും വൃശ്ചികക്കൂറുകാർ ഒരുപാട് കഷ്ടതകൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ അനുഭവിക്കാൻ സാധ്യത ഉള്ള സമയമാണ്. ശരിക്കും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രപഞ്ചശക്തി ആരാധിക്കുക, അതിലൊരു നമ്മളൊരു മെഡിറ്റേഷനോ പ്രാർത്ഥനയൊക്കെ ഉള്ളവർക്ക് അത്ര കഷ്ടതയൊന്നും വരില്ല. ലാഭം വന്നില്ലെങ്കിൽ നഷ്ടം വരില്ല. അങ്ങനെ വേണം എപ്പോഴും ചിന്തിക്കാൻ. കാരണം അഷ്ടമത്തിൽ വ്യാഴമാണ്, കഷ്ടതയാണ്. പക്ഷേ ആ കഷ്ടത വരുന്നത് എങ്ങനെ? നമ്മൾ ചിന്തിച്ചും നമ്മൾ പ്രവർത്തിച്ചും കഷ്ടത വരുത്താതിരിക്കുക. അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല. നിങ്ങൾക്ക് 10ൽ കർമ്മസ്ഥാനത്ത് കേതു കൂടെ നിൽക്കുന്ന സമയമാണ്. നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികൾ, കേതു എന്ന് പറയുന്നത് 10ൽ കർമ്മസ്ഥാനത്ത് വരുമ്പോൾ എല്ലാം മുറിച്ച് വിടും. നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികൾ നിങ്ങൾക്ക് മുറിച്ച് വിടും. അതായത് നിങ്ങൾക്കൊരു എന്തെങ്കിലും ഒരു ഗുണം തരാനിരിക്കുന്ന ആൾ, ജോലിയിലൊരു പ്രൊമോഷൻ തരാനിരിക്കുന്ന ആൾ, നമ്മളെ ഈ വ്യാഴം
അഷ്ടമത്തിൽ ഇരിക്കുമ്പോൾ നമ്മൾ മൂഡ് ചേഞ്ച് ആകുമ്പോൾ എന്തെങ്കിലും കാര്യത്തിൽ അനിഷ്ടം പറയുകയോ അല്ലെങ്കിൽ ഒന്ന് ഗൗരവപ്പെടുകയോ ചെയ്യും. ആ വ്യക്തി എന്ത് ചെയ്യും? നമുക്ക് തരേണ്ട പ്രൊമോഷൻ തരാതിരിക്കും. ഇതുപോലെ നമ്മുടെ അവസരങ്ങളെ നമ്മൾ തന്നെ നഷ്ടപ്പെടുത്തുന്ന സമയം. ഇതാണ് അഷ്ടമത്തിൽ വ്യാഴം കൊണ്ട് ചിന്തിക്കുക. അല്ലാതെ വ്യാഴം നിങ്ങൾക്കൊരു കഷ്ടവും തരുന്നില്ല, നിങ്ങൾ തന്നെ കഷ്ടത വരുത്താനുള്ള സാഹചര്യങ്ങളിലേക്ക് പോകുന്ന അർത്ഥം. അപ്പോൾ എന്ത് ചെയ്യണം? നമ്മുടെ സമയം അത്ര നന്നല്ല. നമ്മൾ കുറച്ച് സംയമനം വാക്കിലും പ്രവൃത്തിയിലും ഉണ്ടാവുക. നമ്മൾ ഇടപെടുന്ന എല്ലാ കാര്യങ്ങളും കുറച്ച് ക്ഷമ പുലർത്തുക. ആരോടും വഴക്കിനും വക്കാണത്തിനും പോകാതിരിക്കുക. എന്തായാലും 2026 മാർച്ച് കഴിയുമ്പം ഈ അഷ്ടമത്തിൽ നിന്ന് വ്യാഴം ഭാഗ്യസ്ഥാനത്തേക്ക് വരും. നമുക്കൊരു നല്ല കാലം വരാൻ പോവുകയാണ്. നമുക്ക് ധനപരമായിട്ടും നമ്മുടെ കുടുംബപരമായിട്ടും സന്താനങ്ങളെ കൊണ്ടുമൊക്കെ ഭാഗ്യവും ഐശ്വര്യവും വരുന്നു. നമ്മൾ എന്തിനാ ഇപ്പോൾ കുറച്ച് ക്ഷമയോടെ പോയാൽ അന്ന് നല്ലത് വരാൻ പോവുകയല്ലേ? അതിലേക്ക് ചിന്തിക്കൂ. നമുക്ക് എന്തായാലും ഇപ്പോഴത്തെ കുറച്ച് കാലത്തേക്ക് ഒരു സംയമനവും ക്ഷമയും പുലർത്തി മുന്നോട്ട് പോവുക. തൽക്കാലം ട്രാൻസ്ഫറിനോ അല്ലെന്നുണ്ടെങ്കിൽ ജോലി മാറ്റത്തിനോ ശ്രമിക്കരുത്. തൽക്കാലം നിങ്ങൾ രാഷ്ട്രീയത്തിലോ സാമൂഹ്യ പ്രവർത്തനത്തിലോ ആണെങ്കിൽ ആവശ്യമില്ല ആർക്കും പാര വയ്ക്കാനും പോകരുത്. നമുക്ക് പാര വയ്ക്കുന്നതിനെ പറ്റി ഒരു ജാഗ്രത ഉണ്ടായിരിക്കുക. തൽക്കാലം ആരുടെയും തർക്കത്തിന് പോകരുത്. മധ്യസ്ഥത, ജാമ്യം പോകരുത്. അന്യരുടെ കാര്യത്തിൽ ഇടപെട്ട് പണി വാങ്ങിച്ചുകൊണ്ട് വരരുത്. ഇത് ഞാൻ ചുരുക്കി പറയുന്നതേ ഉള്ളൂ. അതിൻ്റെ എസൻസ് ലൈഫിൽ അനുഭവിക്കുന്നുണ്ട്, അറിയാൻ പറ്റും. അപ്പോൾ ഇവിടെ എല്ലാം നമ്മൾ ഒറ്റ കാര്യം മാത്രം ചെയ്യുക. നമ്മുടെ സ്വന്തം കാര്യം നോക്കി സ്വസ്ഥമായിട്ട് ജീവിച്ചു പോയാൽ കൊള്ളാവുന്നൊരു സമയമാണ്. കുറേ ശ്രദ്ധ പുലർത്തുക. മാർച്ച് കഴിയുമ്പോൾ വൃശ്ചികക്കൂറുകാർക്ക് സമയം നല്ലതാണ്. തീർച്ചയായിട്ടും പ്രപഞ്ചശക്തി നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. ഈ വീഡിയോയുടെ താഴെ എൻ്റെ വാട്സപ്പ് നമ്പറുണ്ട്. നിങ്ങളുടെ സംശയങ്ങളും കൺസൾട്ടിങ്ങിനും അതിനകത്ത് മെസ്സേജ് ഇടുക. ഞാൻ ഫ്രീ ആവുന്ന കണക്ക് മറുപടി തരാം. ഹരേ കൃഷ്ണ. എല്ലാവരും നന്നായി വരട്ടെ.